കല്യാണം കഴിച്ച് കൊടുത്തിട്ട് 33 വർഷമായി. അപ്പോൾ ഇവിടെ നല്ല സ്ഥലമാണ്. അവിടെ ആ റോഡിൽ നിന്ന് ഇങ്ങോട്ട് പറങ്കിമാവൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ്, നല്ലൊരു മലപ്രദേശമാണ്. കുട്ടികളൊക്കെ ഇനിയിപ്പം ഭാവിയിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാൻ ഞാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഈ മണ്ണ് കൊണ്ടുവന്ന് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മോനുണ്ട് 7ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ എന്നോട് അമ്മയെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് 7ാം ക്ലാസ് പഠിക്കുന്ന മോനാണ് അധികം സങ്കടം ഈ മണ്ണ് കൊണ്ടുവന്ന് കണ്ടപ്പോൾ. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ഇവർ മണ്ണെടുക്കുന്നുണ്ട്. ഒരാളിങ്ങനെ അറസ്റ്റ് ചെയ്തവരിങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു. എല്ലാവരെയും തല്ലി ശരിയാക്കി ചവിട്ടിയും തല്ലിയും ഒക്കെ അവർ ഭയങ്കരമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചാണ്. അപ്പോൾ ഇവർ ഒന്നിച്ച് മുമ്പിലുള്ള ആളുകളെ തള്ളിയിട്ട് ഞങ്ങളെ മേലെ കൊണ്ടിട്ടു. 1.5 കൊല്ലമായിട്ട് ഇതിനുള്ള മണ്ണെടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ജനങ്ങളുടെ ഒരു എതിർപ്പും തടയലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 1.5 വർഷമായിട്ട് അവർക്ക് മണ്ണെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരു 100-200 പോലീസ് വരുന്ന സന്നാഹത്തെ ഉപയോഗിച്ചാണ് ഇവിടെ ഇപ്പോൾ റോഡ് വെട്ടുകയും അതേമാതിരി തന്നെ ഇവിടെ ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഇതിനൊരു സജീവമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇതിപ്പം മണ്ണെടുപ്പ് നടക്കാനുള്ളതിൻ്റെ ഒരു പ്രധാന കാരണം. 16-ലെ വെള്ളപ്പൊക്കം മഴ പോലെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഴ പെയ്താൽ നിശ്ചയമായും ഇവരൊക്കെ ഉടനൊഴിഞ്ഞു പോകേണ്ടി വരും, മാറ്റി താമസിപ്പിക്കേണ്ടി വരും. അത്രയും ഇതായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കുന്നിൻ്റെ ഗുണമാണ്. വാഗാട് ബോർഡ് വെച്ച് വണ്ടി കാണുന്നുണ്ട്. വാഗാട് വലിയ കമ്പനിയാണെന്നൊക്കെ അറിയാം. നിവൃത്തിയില്ല, ഞങ്ങൾക്ക് അത് പ്രതിരോധിക്കില്ലാണ്ട് വേറെ നിവൃത്തിയില്ല. മറ്റാരും സഹായിക്കാനില്ലല്ലോ. എല്ലാ ഓഫീസുകളിലും ഞങ്ങൾ നിവേദനങ്ങളും പരാതികളും കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഒരു സ്ഥലത്തുനിന്ന് കൂടെ അനുകൂലമായിട്ട് യാതൊരു മറുപടിയോ നിലപാടോ എടുത്തില്ല. അതൊക്കെ ഇപ്പോഴും അവർക്ക് വേണ്ടി വാഗാട് കമ്പനിക്ക് വേണ്ടി നിലകൊള്ളുന്നത്. കോഴിക്കോട് ജില്ലയിൽ വെങ്ങളം മുതൽ അഴിയൂർ വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ കരാർ കമ്പനിയാണ് ഗുജറാത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വാഗാട് കൺസ്ട്രക്ഷൻ കമ്പനി. ദേശീയപാതയ്ക്ക് മണ്ണെടുക്കാൻ എന്ന പേരിൽ ജില്ലയിലെ പല ഗ്രാമങ്ങളിലെയും മലകളും കുന്നുകളും ഇഴച്ചു നിർത്തുന്നുണ്ട് ഈ കമ്പനി. ദേശീയപാത നിർമ്മാണത്തിന്റെ മറവിൽ ഖനനം ചെയ്യുന്ന മണ്ണ്, കരിങ്കല്ല് ഉൾപ്പെടെയുള്ളവ സ്വകാര്യ പ്രവർത്തികൾക്കടക്കം കമ്പനി ഉപയോഗിക്കുന്നുവെന്ന് ആരോപിച്ച് പ്രദേശവാസികൾ രംഗത്ത് വരികയും ഖനനം തടയുന്നതടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അശാസ്ത്രീയവും അനിയന്ത്രിതവുമായിട്ടുള്ള മണ്ണ് ഖനനം ജില്ലയിലെ ഇടനാടുകളിൽ ഇപ്പോഴും സിസ്റ്റത്തിന്റെ ഒത്താശയോടെ തുടരുകയാണ്. ദേശീയപാതയുടെ പ്രവർത്തനം നിലച്ചുപോകുമെന്ന് കാണിച്ച് വാഗാട് ജില്ലയിലെ പല ഗ്രാമങ്ങളിലെയും കുന്നുകളെ തേടിയെത്തുന്നുണ്ട്. ഇത് കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിൽ വരുന്ന 13ാം വാർഡിൽ വരുന്ന ഒരു പ്രദേശമാണിത്. ചാലോറ മല എന്നാണിത്. ചാലോറ മല കോട്ടക്കുന്ന് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ അതേമാതിരി തന്നെ ഇതിപ്പോൾ ഈ അടുത്ത മഴക്കാലമാകുന്ന സമയത്ത് ഇതിന് നേരെ താഴെ പുഴയാണ് വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മണ്ണൊലിച്ചിട്ട് പുഴയുടെ പകുതി ഭാഗങ്ങളിലേക്ക് ഒലിച്ച് പുഴ നീണു പോകുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ മണ്ണെടുത്ത സ്ഥിതിക്ക് കൂടുതൽ പുഴ നീണു പോകാനും താഴേക്കൊക്കെ തന്നെ ഒലിച്ച് വന്ന് വീടുകളിലേക്കും ഒക്കെ തന്നെ ചളി നിറയാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. എല്ലാ ഇതിൻ്റെ 1-2 വീടുകൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വണ്ടി പോകുന്ന സമയത്തൊക്കെ ജർക്കിയും വിള്ളലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് 4-5 വീടുകൾ ഇതിൻ്റെ തൊട്ടടുത്ത്, വണ്ടി പോകുന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ്. ഇവിടുന്നൊക്കെ വണ്ടി കൊണ്ടുപോകുമ്പോൾ ഞാനെനിക്ക് ഇപ്പം മുഴുവൻ അന്നേരം ചെറിയ മോള് നിലവിളിക്കുക. ഞങ്ങൾക്ക് വീടില്ല, 2-4 എന്നാ നടക്കാൻ വന്നിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയാം നാളെ സ്ഥലങ്ങൾ അളക്കണ്ടാണ്, ഞങ്ങൾക്കറിയാം അളക്കാൻ. അപ്പോൾ മോളെ നിലവിളി ഇട്ടാൽ അതുപോലെ പോയിട്ട് ഞങ്ങൾക്ക് വീടുണ്ടായില്ല എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ എന്ത് നിലവിളി, 6 വയസ്സായ മോൾ. അതിന് പിന്നെ പനിയായിപ്പോയി രാത്രി ആകുമ്പോൾ പേടിച്ചിട്ട്. കുറേ മണ്ണുണ്ട്, 4 എത്ര വണ്ടി മാറി നിൽക്കാൻ വണ്ടിയാണ്, എത്രയും വെള്ളം അല്ല വണ്ടി. ഇത് ജിയോളജി വകുപ്പ് ഒരു തരത്തിലുള്ള പരിശോധനകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നടത്താതെയാണ് ഇതിന് പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. അതേമാതിരി തന്നെ ഇപ്പം ഇതിന് പെർമിഷൻ കൊടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ 85 സെൻറ്റോളാണ് ഇപ്പം പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കളക്ടറേറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് 85ഓളം സെൻറ്റിനാണ് പെർമിഷൻ കൊടുത്തിട്ടുള്ളതായിട്ട് മനസ്സിലായത്.
പക്ഷേ അവർ ഇവിടെ നിന്നും ഈ മല മുഴുവനായിട്ടും അതേമാതിരി തന്നെ 3 ഏക്കറോളം സ്ഥലത്തുനിന്ന് മണ്ണെടുത്ത് നീക്കേണ്ട ഒരു ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലബാർ മേഖലയിലും പൊതുവേ കേരളത്തിലും നമുക്ക് കിട്ടുന്ന മണ്ണിനെ നമ്മൾ ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററിറ്റിക് സോയിൽ എന്നാണ് പറയുന്നത്. ഈ ലാറ്ററിറ്റിക് സോയിൽ ഉണ്ടാവാനുള്ള ഒരു കാരണം അതിപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളം മാത്രമല്ല, മലബാർ മാത്രമല്ല, ഈ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മുഴുവൻ സ്ഥലത്തും, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ നന്നായിട്ട് മഴ ലഭിക്കുന്ന നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് കിട്ടുന്ന കേരളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് മുഴുവൻ, ഇപ്പോൾ നമ്മൾ കൊങ്കൺ ഇതിലൂടെ യാത്ര ചെയ്താലും കർണാടകയായാലും ഗോവയായാലും ഒക്കെ തന്നെ ഈ പ്രദേശത്തൊക്കെ തന്നെ നമുക്ക് ചെങ്കൽ മണ്ണ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് തന്നെയാണ് കേരളത്തിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ചെങ്കൽ മണ്ണാണ്. പൊതുവേ ഈ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ ഇടനാട്, നമ്മൾ പറയുന്നത് മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നുള്ള ഈ ഇടനാട്ടിലെ കുന്നുകൾ മുഴുവൻ ഇത്തരത്തിലുള്ള ചെങ്കല്ലായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം അവിടെ കുന്ന് ഹാർഡ് റോക്കാണ്, കൂടുതലായിട്ടും കരിങ്കല്ലാണ്. അതിൻ്റെ മേലെ ഉള്ള സോയിലിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെങ്കല്ല് അല്ലെങ്കിൽ നമ്മുടെ അവസാദ ശിലകളുടെ കനം വളരെ കുറവാണ്. പക്ഷേ ഇടനാട്ടിലെ കുന്നുകൾ ഏതാണ്ട് മുഴുവനായിട്ടും ചെങ്കൽ കുന്നുകളാണ്. അപ്പോൾ ഈ ചെങ്കൽ കുന്നുകളുടെ വേറൊരു ഗുണം എന്ന് പറയുന്നത് വളരെ നല്ല രൂപത്തിൽ ജലം സംഭരിച്ചു വയ്ക്കുന്ന ജലത്തിൻ്റെ അറകളാണ് അല്ലെങ്കിൽ ജലസ്ഥരങ്ങളാണ്, നമ്മൾ അക്വിഫർ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് വേറൊരു ഇത് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് റോക്കിൽ നിന്ന്, നമ്മുടെ ചെങ്കല്ലിൽ നിന്ന് നമുക്ക് വെള്ളം കിട്ടുന്നത്, ചെങ്കല്ലിൽ നിന്ന് കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ഒരു മഴക്കാലത്ത് പെയ്ത വെള്ളം അടുത്ത വേനലാകുമ്പോഴേക്കും നമ്മൾ കിണർ കുഴിച്ച് തുറന്ന കിണറുകളിലൂടെ നമ്മൾ ഊറ്റിയെടുക്കുന്നൊരു വെള്ളമാണ്. അപ്പോൾ ഒരു 6 മാസം മാത്രമാണ് അതിൻ്റെ ഒരു പഴക്കം പരമാവധി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ അത് വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് വാട്ടറാണ്. നിങ്ങൾ കാണുന്നില്ല ഞാളെ കൊന്നിട്ട് അങ്ങനെ മണ്ണെടുക്കുന്നത്, നിങ്ങൾ വയനാട്ടിലൊക്കെ കണ്ടിട്ടില്ല. ഇത് അതല്ല, അതുപോലെയല്ല, ഇത് നല്ല ഉറപ്പാണ്. നല്ല ഉറപ്പായിട്ട് 19 കഴിഞ്ഞ കിണറാണ് പാടൊരു മയക്കിടുന്നത്. ഞാൻ പറഞ്ഞു തീരെ ഉറപ്പില്ല. ഒരു മാസം അങ്ങനത്തെ കളി. ഇപ്പം ഈ അടുത്ത് 2 ആഴ്ച ആയിക്കലും വെള്ളം എങ്ങനെയായിട്ട് അത് നല്ല വെള്ളമായി. ഇത് ഞാൻ രാവിലെ ഇന്നലെ അടിച്ചു വെച്ചിട്ട് തുണി വെച്ച് അരിച്ച് വെച്ചത്. ഒന്നങ്ങനെ കുടിക്കാൻ പറ്റും. എനിക്കൊരു അത്ര വെള്ളം താഴേന്ന് കൊണ്ടുവന്നിവിടെ. ഇതിന് താഴത്തൂടെ ജീവിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആശങ്കയിൽ തന്നെയാണുള്ളത്. വയനാട് പോലുള്ള ദുരന്തങ്ങളൊക്കെ കണ്ട് ജനങ്ങളെ പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് അവരുടെ തൊട്ടു മേലെയായിട്ടുള്ള ഈ ഭാഗത്ത് ഇങ്ങനെയുള്ളൊരു ഖനനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു പരിശോധനയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ നടത്തുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ആശങ്ക കൂടി പരിഹരിക്കാതെ കൂടിയാണ് ഇങ്ങനെയുള്ളൊരു ശ്രമം നടത്തിയത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പ്രദേശത്തുള്ള ഭരണസമിതി ഭാഗത്തുനിന്നോ ഇതിനെതിരെയായിട്ട് ഒരു സഹായവും ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് അവർ 2 ബസ് പോലീസുകാരും പിന്നെ ഒരു RI ജീപ്പ് DYSP അടക്കം എല്ലാവരും കൂടി വന്ന് നിന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഓരോ സർക്കാർ സംവിധാനമാണ്, വികസനമാണ് വലുതെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പേടിപ്പിച്ചതാണ്. വികസനത്തിന് എന്ന പേരിലുള്ള വാഗാടിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള മണ്ണെടുപ്പിനെതിരെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും ജനരോഷമുയരുമ്പോഴും തങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് കമ്പനി ശ്രമിക്കുന്നത്. ചേളന്നൂർ പോഴിക്കാവ് കുന്നിലെ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി എത്തിയ പ്രദേശവാസികളെ കൈപ്രയോഗത്തിലൂടെയായിരുന്നു പോലീസ് നേരിട്ടത്. പോലീസും ജിയോളജി വകുപ്പുമെല്ലാം വാഗാടിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഇവിടുത്തുകാരുടെ പ്രധാന ആരോപണം. അപ്പോൾ അവർ പോലീസിനെയൊക്കെ കൊണ്ടുവന്ന് പിന്നെ ആദ്യത്തെ അതിൽ ഒരു 150ഓളം പോലീസുകാർ വന്നിട്ടുണ്ട്. അന്ന് എല്ലാവരെയും എതിർപ്പ് കാരണം അവർക്ക് മണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ മണ്ണെടുക്കാൻ വേണ്ടി പോലീസിൻ്റെ സഹായത്തോടു കൂടി വാഗാടിൻ്റെ വണ്ടി വന്നപ്പോൾ നാട്ടുകാർ തടഞ്ഞു. കലക്ടർ ആ സമയത്ത് യോഗം വിളിച്ച് കലക്ടറേറ്റിൽ ഞങ്ങളെല്ലാം പോയി ചർച്ച നടത്തി. കലക്ടർ തൽക്കാലം നിർത്തിവെക്കാൻ തീരുമാനിച്ചു. ജിയോളജിനോട് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ജിയോളജി വന്ന് നോക്കി പരിശോധിച്ചപ്പോൾ അവർ അപകടകരമായ അവസ്ഥയിലാണ് ഇവിടെ എടുത്തതെന്നും അശാസ്ത്രീയമാണെന്നൊക്കെ റിപ്പോർട്ട് കൊടുത്തു. അങ്ങനെ കുറേ കാലത്ത് നിന്ന് പിന്നെ കുറേ കഴിഞ്ഞ സമയത്ത് വീണ്ടും ജിയോളജിയുടെ വന്ന് പരിശോധിച്ചിട്ട് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുത്തു. ആദ്യത്തേക്കാളും അപകടമുള്ള അവസ്ഥയിലാണുള്ളത്, ഇതിൻ്റെ അനുകൂലമായിട്ട് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ശേഷം മണ്ണെടുക്കാൻ വന്നപ്പോൾ ആരും ഇല്ലാത്ത സമയത്താണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാർ 9 ആൾ തടഞ്ഞ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ 6 മണി വരെ അവിടെ സ്റ്റേഷനിലിട്ട് അതുവരെ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോവുകയും ചെയ്തു. ഞങ്ങൾ പ്രകടനമായിട്ട് പോയതാണ്. ഒരു പ്രാവശ്യം അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഇവിടെ പ്രതീക്ഷ കലാവേദി വരെ പോയി.
അത് ഞങ്ങൾ ഒരൊറ്റ വരിയായിട്ടാണ് റോഡ് തടസ്സമാക്കണ്ടെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പോയി, പിന്നെ വരുമ്പോഴാണ് പോലീസുകാർ തടഞ്ഞത്. അപ്പോൾ നിങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ പ്രകടനം നടത്താൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട്. അവർക്ക് ഇപ്പുറത്ത് കൂടെ മണ്ണ് കയറ്റി വിടണം, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ അപ്പുറത്തൂടെ കടന്ന് ലോറീൻ്റെ മുന്നിൽ പോയി. അതിൻ്റെ ശേഷം മണ്ണ് കൊണ്ടുപോകുന്ന വണ്ടീൻ്റെ മുന്നിലേക്ക് ഞങ്ങൾ ചെന്ന് വണ്ടി പോകാൻ സമ്മതിക്കാത്ത രീതിയിൽ റോട്ടിലിരുന്ന് ആ സമയത്താണ് പോലീസ് ശക്തമായ അതിക്രമം കാണിച്ചത്. സ്ത്രീകളടക്കം കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ മർദ്ദിച്ച് തള്ളിയിട്ട് ഞാൻ അവരെ മുന്നിലിരിക്കുന്ന സമയത്ത് ആദ്യം എൻ്റെ 2 കൈയും പിടിച്ച് പൊക്കി കൊണ്ടുപോയി, പിന്നെ റോട്ടിലൂടെ അങ്ങനെ നിരക്കി കൊണ്ടുപോയി, പിന്നെ കുറച്ച് 2 കാലും പിടിച്ച് കുറേ ദൂരം വലിച്ചുകൊണ്ടുപോയി അതിൻ്റെ ഇടയിൽ നിലത്ത് വീഴുകയോ ചെയ്യുന്നുണ്ട്. എനിക്ക് ചവിട്ട് കിട്ടി, ബോധമില്ലാണ്ടായി പോയി, ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെയൊക്കെ കുറേ ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇത് ഉദ്യോഗസ്ഥർ എല്ലാം കൂടെ തഹസിൽദാർ പെടും. കലക്ടർ പറയുന്നില്ല, തഹസിൽദാർ പണം വാങ്ങിയിട്ടുണ്ട്. പിന്നെ നാളത്തെ അക്രമം പോലീസ് ഉദ്യോഗസ്ഥർ നല്ലോണം വാങ്ങിയിട്ടുണ്ട്. ഒരു ഉച്ചക്ക് ഇവിടെ ബിരിയാണി വണ്ടി വരിക ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. വാഗാട് കമ്പനിയാണോ അതിന് മുതലാളിമാരാണോ ഏൽപ്പിച്ചത് ഞങ്ങൾക്കറിയില്ല, വാഗാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വൈകുന്നേരം വെള്ളം, ഇതൊക്കെയാണല്ലോ പരിപാടി. അതെ, ബിരിയാണി. ഞങ്ങൾ ഇവിടുന്ന് അടി കൊള്ളുക, ഒരു ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ബിരിയാണി വണ്ടി ഇവിടെ വന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ഈ മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് കുടിവെള്ളം മാത്രമേ കിട്ടൂ. കുടിക്കാനുള്ള വെള്ളം മാത്രം 1 ബക്കറ്റ് 2 ബക്കറ്റ് വെള്ളം ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടാണ്. പിന്നെയാണെങ്കിൽ വണ്ടി പോയും കണ്ട് ഇവർ പൈപ്പ് ലൈനൊക്കെ പൊട്ടിച്ചിടും. എന്നിട്ട് ഞങ്ങൾ 5-6 ദിവസം ഞങ്ങൾ വെള്ളമില്ലാണ്ട് വാട്ടർ അതോറിറ്റിയിലേക്ക് വിളിച്ച് ഇപ്പം വെള്ളം ശേഖരിച്ച് വെക്കാൻ പറയുള്ളൂ. അപ്പോൾ ഒരു വീട്ടിലൊരു ടാങ്കൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ, ആ ടാങ്കിലെ വെള്ളം ഒരു ദിവസം കൊണ്ട് തന്നെ കഴിയും. അപ്പോൾ നമ്മൾ ഈ ഒരു ജലസ്തരം മുഴുവനായിട്ട് നീക്കം ചെയ്യുമ്പോൾ ആദ്യമായിട്ട് അത് ബാധിക്കുന്നത് നമ്മുടെ ആ പ്രദേശത്തിൻ്റെ ജലശേഖരവുമായിട്ട് തന്നെയാണ്. നമ്മുടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ടാണ് സത്യം പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു ഇമ്പാക്റ്റ് വരുന്നത്. നമ്മളിപ്പോൾ ഏത് പ്രദേശം എന്താവശ്യത്തിനാണെങ്കിലും നമ്മളിപ്പോൾ ഒരു കുന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചെങ്കൽ ശേഖരം മുഴുവനായിട്ട് നീക്കം ചെയ്യപ്പെടുമ്പോൾ ഇത് വളരെ നല്ല രൂപത്തിൽ ശേഖരിച്ച് വെക്കുന്ന, നമ്മളൊരു ബാങ്ക് ബാലൻസ് എടുത്ത് ഉപയോഗിക്കുന്ന അതേ സ്ഥിതിയാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അതാണ് അതിൻ്റെ ഒരു പ്രധാന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അതാണ് വേറൊരു സംഗതി എന്ന് പറയുന്നത്, ഇപ്പോൾ ഏത് കുന്നായി കഴിഞ്ഞാലും നമ്മളതിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ട്, ഒരു ചെരിവ്. അതിന് സ്വാഭാവികമായിട്ടും വേണ്ട ഒരു ചെരുവിൽ കൂടുതലായിട്ട് നമ്മൾ അതാണ് ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ വളരെ വെർട്ടിക്കലായിട്ട് ചെങ്കുത്തായിട്ട് ഇത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ലോപ്പ് ഉണ്ട്. ആ ചെരുവ് ഇത് ചെയ്യണം, അതായത് ചെരുവിനെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ അശാസ്ത്രീയമായിട്ട് ആ ചെരുവുകളെ രൂപഭേദം വരുത്തുമ്പോഴാണ് ഇത്തരത്തിൽ അത് അടുത്ത മഴ വരുന്ന സമയത്ത് അതൊരു മണ്ണിടിച്ചിലായിട്ടും ലാൻഡ് സ്ലൈഡിലേക്കൊക്കെ മണ്ണിന് മാത്രം പോരാ, വലിയൊരു പ്രദേശത്താകുമ്പോൾ അതിനെ ലാൻഡ് സ്ലൈഡ് എന്നൊക്കെ പറയും, മണ്ണിടിച്ചിലായിട്ടും അത്തരത്തിലുള്ള ആ പ്രദേശം ആകെ അസ്ഥിരമായി പോകാനുള്ളൊരു സാധ്യത. ഇങ്ങനെ 2 കാര്യങ്ങളാണ് കാര്യമായിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട്, 2 ഈ ഒരു പ്രദേശത്തിൻ്റെ തന്നെ ഒരു അസ്ഥിരമായി പോകുന്നൊരു സാധ്യതയാണ് പിന്നെ അതിനുള്ളത്. മെയിനായിട്ട് ഇതാണ്, ഇവർ ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണ് ഈ കുത്തനെ മലയിടിച്ച് ഇതാക്കിയത്. ഒരു ചെറിയൊരു മഴ വന്നാൽ പോലും ഒന്നായിട്ട് ഞങ്ങളൊന്നിച്ചൊഴുകി പോകുന്നൊരു സ്ഥിതിയായിരിക്കും ഉണ്ടാകുക. ഈ പ്രകൃതി ദുരന്തമൊക്കെ നമ്മളെ കൺമുമ്പിലുള്ള ഒരു ഇതല്ലേ, എത്രയോ കാലങ്ങളൊന്നും ആയില്ലല്ലോ, ഈ അടുത്തല്ലേ വിലങ്ങാടും മുണ്ടക്കൈ എല്ലാം നമ്മളെ മുന്നിലില്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു പേടി ഞങ്ങൾക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ഷിരൂർ ഇതുപോലെ ഒരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെ മണ്ണെടുത്തതിൻ്റെ പേരിലല്ലേ മണ്ണിടിച്ചിലുണ്ടായി എത്ര ജീവനാണ് അവിടെ പോയത്. 2 പ്രാവശ്യം ഇപ്പോൾ ആളുകൾ സമരമുഖത്തുള്ളത് കൊണ്ട് മാത്രമാണ് നിർത്തിവെച്ചത്. 2 ഡിപ്പാർട്ട്മെൻറ്റോ പോലീസൊക്കെ അവരെ ഭാഗത്താണ്. ജനങ്ങളെ പ്രതിരോധം കൊണ്ട് മാത്രം അപ്പോൾ നിന്ന് ഇപ്പോൾ 2 മാസമായിട്ട് എടുക്കാതെ നിൽക്കുന്നത്. ഇനി എപ്പോഴാണ് ഇവർ വരിക എന്നുള്ളത് ഞങ്ങളിങ്ങനെ ഭീതിയോട് കൂടിയിട്ട് കാത്തുക്കുക, എപ്പോഴാണ് വരിക എന്നുള്ളത്. കാരണം സപ്പോർട്ട് ഒക്കെ അവർക്കാണല്ലോ ഉള്ളത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പോലീസിൻ്റെ ഒക്കെ സപ്പോർട്ട് അവർക്ക്. വലിയ കമ്പനിയാണ്, ദേശീയ തലത്തിൽ ഉള്ളൊരു കമ്പനിയാണല്ലോ. അപ്പോൾ അവർ പല രീതിയിലും ഇതിനെ പ്രതിരോധിക്കുന്നവരെ പല രീതിയിലും അവർ ആക്രമിക്കുന്നുണ്ടെന്നൊക്കെയാണ് കേട്ടത്. പല സ്ഥലങ്ങളിലും ഗുണ്ടകളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒക്കെ കണക്കാക്കിയിട്ട് ഏത് രീതിയിലും അവർ എതിർക്കാൻ തന്നെ കണക്കാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ അനുബന്ധമായിട്ട് ഈ റോഡ് പണി നിർത്തി വെച്ചതാണ്. കാരണം അത് മണ്ണ് കൊണ്ടുപോകുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിർത്തിയെന്നാണ് PMGSYൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നത്. കലക്ടർ നിർദ്ദേശിച്ചിട്ടാണെന്നാണ് പറയുന്നത്.
ഇപ്പോൾ റോഡിലൂടെ ആണെങ്കിൽ ഇപ്പോൾ പൊടിയായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഇവിടുന്ന് ഒരു ഒത്തിരി മണ്ണ് ഇനി കൊണ്ടുപോകരുത് എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹം. എല്ലാവരും ആഗ്രഹമാണ് ഇനി മണ്ണ് കൊടുക്കൂല. പിന്നെ വരും സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ലേ, മല സംരക്ഷിക്കണം, ഇത് കൃഷി സംരക്ഷിക്കണം, ഇങ്ങനെ മണ്ണെടുത്ത് കൊണ്ടുപോകുന്നത്. പിന്നെ എന്തിനാണ് അവരിങ്ങനെ പഠിപ്പിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. കുട്ടികളെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ മണ്ണെടുപ്പ് തടയണം എന്നല്ല ഇവർ പറയുന്നത്. അതുവരെ പിന്നെ ഉദ്യോഗസ്ഥന്മാർ നിന്നും കണ്ട് അന്ന് തഹസിൽദാരൊക്കെ നിന്നിട്ടാണ് ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോയത്. ഇത് അരിക്കുളം പഞ്ചായത്ത് നൊച്ചാട് പഞ്ചായത്തിൻ്റെയും അതിരായിട്ടാണ് ഈ മുതുകുന്ന് മല നിൽക്കുന്നത്. കിഴക്ക് ഭാഗത്തുള്ള ഒരതിരാണ്, വേറെ തൊട്ടുകാരുണ്ട്. അപ്പോൾ ഇത് 2 പഞ്ചായത്തിലും കൂടി ഏകദേശം 200-250 കുടുംബങ്ങൾ, സാധാരണ കുടുംബങ്ങൾ ഇതിൻ്റെ താഴ്വാരങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട്. 2 പഞ്ചായത്തിലും കൂടെ 150 മേലെ ഉണ്ടാവും. കൃത്യമായിട്ട് എനിക്ക് കണക്ക് പറയാനാകില്ലെങ്കിൽ 250 കുടുംബങ്ങളുണ്ട്. ഇവിടുന്ന് 50 മീറ്ററിൽ കൂടുതൽ മേലെ ഭാഗം വരെ ഉണ്ടാവും. അതുപോലെ തന്നെ നൊച്ചാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം നൊച്ചാട് പഞ്ചായത്തിൻ്റെ അവിടെ ഈ ജൽജീവൻ മിഷൻ്റെ ടാങ്ക് വെച്ചത്. എന്നാലല്ലേ പഞ്ചായത്തിലെ മൊത്തം കുടുംബങ്ങൾക്കും വെള്ളം കൊടുക്കാൻ വേണ്ടിയാണല്ലോ ഓരോ ടാങ്ക് ഉണ്ടാക്കുന്നത്, ഓരോ പഞ്ചായത്തും. ആ ടാങ്ക് നിർമ്മിക്കുന്നത് അവിടെയാണ്. അപ്പോൾ എങ്ങനെയായാലും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥലമാണ്. അതായത് ഇവിടെ നിലവിൽ നൊച്ചാട് ഗ്രാമപഞ്ചായത്തിൻ്റെ 20 ലക്ഷം ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന ടാങ്കാണ് ഇപ്പോൾ നിലവിലിവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ വഴി അവിടെയാണ് അവരുടെ ഒരു പോസ്റ്റ് സ്ഥാപിച്ചത്. അപ്പോൾ ഈ വഴി മണ്ണങ്ങ് എടുത്ത് പോവുകയാണെങ്കിൽ ഇത് മാത്രം ഉയരത്തിലും ബാക്കിയുള്ള സ്ഥാനം താഴോട്ടുമായി പോകുന്ന സമയത്ത് ഇതിൽ എത്രത്തോളം വെള്ളം കൊള്ളുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ താഴോട്ട് ഇടിഞ്ഞു പോകാനും അതൊരു വലിയൊരു അപകടത്തിലേക്ക് നയിക്കാനും ഉള്ളൊരു സാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ് ജനങ്ങളാകെ ആശങ്കയിലേക്ക് പോയത്. ഒരു ജല ബോംബ് എന്ന് തന്നെയാണെങ്കിൽ നമുക്ക് അതിനെ പറയാം. കാരണം 20 ലക്ഷം ലിറ്റർ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, താങ്ങാൻ ഒരു നോക്ക് കാണാൻ പോലും ഉള്ള സമയം പോലും കിട്ടാതെ മൊത്തത്തിൽ താഴ്വാരങ്ങളിലുള്ള ആളുകളെ അടിയോടെ തുടച്ചു നീക്കി കൊണ്ടുപോകാൻ പറ്റുന്നൊരു അപകടം ഇവിടെ സംഭവിക്കുക എന്നുള്ളൊരു ഭയം മൊത്തം നാട്ടുകാർക്ക് നിലവിലുണ്ട്. ഇതിലൊരു ചതി വന്നിട്ടുണ്ട്. ഇത് മുമ്പ് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു, പലരുടെയും കയ്യിലുള്ള കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം. പിന്നീട് എനിക്ക് തോന്നുന്നൊരു 10-25 കൊല്ലത്തിനിപ്പുറത്ത് ഒരു സിൽവർ കോളേജ്, പേരാമ്പ്രയുള്ള കോളേജാണ്, അവർക്ക് അപ്രൂവലിന് വേണ്ടി സ്ഥലം കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഇവിടെയുള്ള എല്ലാവരുടെയും മേലെ ഭാഗത്തുള്ള പലരോടും സ്ഥലം വാങ്ങിച്ചു. ഇത് ഇവിടം വരെയും, ഇവിടെ ഒരു ഇത്രയുള്ള സ്ഥലവും അപ്പുറത്തും ഇപ്പുറത്തുമില്ല. എനിക്ക് തോന്നുന്നു 12-13 ഏക്കർ സ്ഥലം അവർ വാങ്ങിച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ വേറൊരു കമ്പനി ഇപ്പം വിലക്കെടുത്താണ്. ഒരു ട്രസ്റ്റ് തന്നെ, അതും ട്രസ്റ്റ് ഇതും ട്രസ്റ്റ്. കോളേജ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, അവരങ്ങ് വിറ്റു. ആ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അവരങ്ങ് വിറ്റു. അപ്രൂവൽ കിട്ടിയതിന് ശേഷം അതുകൊണ്ട് അങ്ങ് വിറ്റതായിരിക്കും. ഇതുപോലെ ഉപയോഗിക്കാണ്ട് എന്തായാലും അന്ന് മുതലേ ഇവരെ കയ്യിൽ കിട്ടുന്നവരെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. നമുക്ക് എളുപ്പമൊന്നുമല്ല, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിക്കാനൊന്നും എളുപ്പമില്ല, അതിന് മുള്ളും ഒക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ഉണ്ട്. ആ രീതിയിലുള്ള ഒരു സ്പേസായിരുന്നു സ്ഥലമായിരുന്നു ഇത്. അവിടെ നിന്ന് ഇവർ കൈവശം വെച്ചപാട് അവരാദ്യം പറഞ്ഞത് ഒരു ഫാം തുടങ്ങലാണ് പരിപാടി എന്ന് പറഞ്ഞു. ഫാം കൂടാതെ അതിൻ്റെ കൂടെ കുറേ ഇതെല്ലാം
മറ്റ് പല എന്തെല്ലാം പിന്നെ കോഴി ഫാമുണ്ട്, പശുക്കളുടെ ഫാമുണ്ട്, പാൽ സംസ്കരണമുണ്ട്, പിന്നെ പുറത്തുള്ള കൃഷിക്കാരിൽ നിന്ന് പാൽ സംഭരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിപുലമായ പരിപാടികളൊക്കെ ഇങ്ങനെ അവർ അവതരിപ്പിച്ചു. പിന്നെ ആ രീതിയിൽ ഫസ്റ്റ് തുടങ്ങുന്ന അവർ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ വരുന്നത് ഈ റോഡാണ്. ഇത് ആകെ പണ്ട് ഇവിടെ 3-4 വീട്ടുകാരുണ്ടായിരുന്നു ഈ സൈഡിൽ, അപ്പുറത്ത് ബാക്കിയൊക്കെ താഴെ. പിന്നെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും കൂടി ഇതിലൊരു റോഡ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരോടും നാട്ടുകാരെല്ലാം കൂടി ഒരു 3 മീറ്റർ വീതിയിലൊരു ഒരു റോഡ് വെട്ടിയതാണ് താഴെ വരെ. പിന്നെ അത് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവർ വന്നു അപ്പുറത്തെ ടാങ്കിലേക്ക്, ജൽജീവൻ മിഷൻ്റെ ടാങ്കിലേക്ക് അതിൽ സാധനം കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോഴത്തേക്ക് അതിൻ്റെ പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്, പണി നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് ഇതിലൊരു വഴി ഉണ്ടാക്കണം, ഇതിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ വെള്ളമല്ലേ എന്നുള്ള രീതിയിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ ചിലവരൊക്കെ ചോദിച്ചു, ടാങ്ക് സാധനം കൊണ്ടുപോകാൻ ആദ്യം വഴി കാണാൻ ആദ്യമൊന്നും ആരും ടാങ്ക് ഉണ്ടാക്കാൻ തുടങ്ങില്ല എന്നും പറഞ്ഞു. അപ്പോൾ നിലവിൽ ഇവിടെ ഏകദേശം 85% പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഈ ഇവിടത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ജലജീവൻ മിഷൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു റോഡുണ്ട്, മറ്റൊരു റോഡുണ്ട്. അപ്പോൾ അതിലൂടെയാണ് അവർ ഇത്രയും കാലം സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ താഴ്വാരമുള്ള ജനങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ളൊരു അറിവ് നിലവിലില്ലായിരുന്നു. അതായത് അത് അരിക്കുളം പഞ്ചായത്താണ്, ഇത് നൊച്ചാട് പഞ്ചായത്ത്. ആ ഒരു ഡിഫറൻസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എന്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് അവിടെയുള്ള ജനങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ രണ്ടാമത് അവർ ഇറക്കിയൊരു സാധനം, ഭൂമിക്ക് ഇത് ടാർട്ട് റോഡ് വരും, PMGSY, പിന്നെ നബാർഡ് RIDF എന്നുള്ള പേരൊക്കെ പറഞ്ഞു. അത് 6 മീറ്റർ വീതി ഉണ്ടെങ്കിൽ ടാർ ചെയ്ത് കിട്ടും, അങ്ങനെ ഇതാ ഭൂമിക്ക് വില കൂടുന്നു എന്നൊക്കെ പറഞ്ഞു. കൂട്ടത്തിൽ ഒന്നുകൂടിയും പറഞ്ഞു, ഞങ്ങൾക്ക് മേലെ കുറച്ച് നിരത്തണം, ഒരു 1.5 മീറ്റർ നിരത്തണം, എന്തിനീ ഫാം ഉണ്ടാക്കണം. ഏറ്റവും രസം എന്താണെന്ന് പറഞ്ഞാൽ അവരൊരു 12 അംഗങ്ങളങ്ങാനുള്ള ഒരു ട്രസ്റ്റാണ്, സ്റ്റേറ്റ് എനിക്കറിയില്ല. അതിൽ പിന്നെ അവരൊക്കെ ഇതിനെ നേരിട്ട് ബാധിക്കുന്നവരല്ല, ഉള്ളവരൊന്നും നേരിട്ട് ബാധിക്കുന്ന ഒരൊറ്റയാളും അതിനകത്തില്ല. കൈതക്കലുള്ളവരുണ്ട്, നൊച്ചാട് ഈ കുന്നിൻ്റെ അപ്പുറത്തുള്ള കുന്നിലൊക്കെ താമസിക്കുന്നവരുണ്ട് എന്നല്ലാതെ വേറൊറ്റയാളും, പിന്നെ മേപ്പേർക്കാരനുണ്ട്. പിന്നെ അങ്ങനെ എന്തായാലും ഇതിനെ ബാധിക്കുന്ന, ഇത് നേരിട്ട് ഇത്തരത്തിൽ ഭീഷണാത്മകമായ രീതിയിൽ ബാധിക്കുന്ന രീതിയിലുള്ള ഒരൊറ്റയാളും ഈ കമ്പനിയിലില്ല. മാത്രമല്ല അവർ ഇങ്ങനെ മണ്ണെടുത്താൽ പിന്നെ എങ്ങനെയാണ് നേരത്തെ അവർ ഞങ്ങളെയൊക്കെ ധരിപ്പിച്ചിട്ടുള്ള ഈ ഫാം പിന്നെ എങ്ങനെയാണ് നടപ്പാക്കുക എന്നുള്ളത് നമുക്കാർക്കും പിടികിട്ടില്ല. അതൊക്കെ വെറുതെ തട്ടിവിട്ടതായിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഈ മണ്ണം കൊണ്ടുപോകുന്നതുവരെ ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം വരുന്നത്, ഈ ബഗാഡിൻ്റെ വരവ് വരുന്നത്. അപ്പോഴാണ് ജനങ്ങൾക്ക് വന്നിട്ട് പോലും ഇവിടെ വന്ന് കുറച്ച് നീക്കിയപ്പോഴാണ് ആകെ ബേജാറ് തുടങ്ങിയത്. അപ്പം വന്ന് ചോദിച്ചു, ഇല്ല 1.5 മീറ്റർ എന്നുള്ള കണക്കൊക്കെ പറഞ്ഞു. ഒരു നേരെ അന്നാവരെ മടക്കി, പിന്നെ വലിയൊരു JCB അതുപോലെ തന്നെ 2 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. മണ്ണെടുത്ത് കൊണ്ടുപോയിട്ടില്ല. ഇവിടെയൊക്കെ നിരത്താനൊക്കെ കുറേ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഇത്രയും സ്ഥലത്ത് നിന്ന് കുറേ മണ്ണ് നീക്കിയില്ലേ, അപ്പോഴേക്ക് തടഞ്ഞു, രാവിലെ തന്നെ തടഞ്ഞിട്ടുണ്ട് ജനങ്ങൾ. അതിന് ശേഷമാണ് രണ്ടാമത് 2 ദിവസം കൂടി കഴിഞ്ഞ് വരുന്നത്. അപ്പോഴത്തേക്ക് ജനങ്ങൾ കുറേ കൂടി അലർട്ടായി. അവർ വന്നവൻ പറഞ്ഞു, ബഗാഡിൻ്റെ ടീം വരണം, അവർ പറയണം എത്ര മണ്ണെടുക്കുമെന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വന്നു, ബഗാഡിൻ്റെ ടീം. അവരോട് ചോദിച്ചു, നിങ്ങൾ വലിയ വിസ്തീർണമൊന്നും വേണ്ട, അല്ലാണ്ട് ഭയങ്കര വിസ്തീർണം മറ്റുള്ളവരൊക്കെ നടത്തുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തുണ്ടായി, ഒരു കാര്യം ചെയ്തു, നിങ്ങൾ കൃത്യമായി എത്ര താഴ്ചയിൽ മണ്ണെടുക്കും. അന്നേരമാണ് പറഞ്ഞത്, ഈ റോഡിൻ്റെ ലെവലിൽ നിന്ന് 1 മീറ്റർ ബെഞ്ചും കൊടുത്ത് അപ്പുറത്തോട്ടുള്ള മുഴുവൻ മണ്ണെടുക്കും എന്ന് കൃത്യമായി പറഞ്ഞു. അന്നേരം തന്നെ പറഞ്ഞു, നല്ല വണ്ടി എടുത്താൽ കൂടുന്നല്ലോ. അത് തന്നെ ഒരു കായലപ്പുറം ഒന്നും പറഞ്ഞില്ല, വണ്ടി എടുത്ത് സ്ഥലം വിട്ടോ കൂടുന്നൊരു തരി മണ്ണ് തരില്ല എന്നായിരുന്നു. ഈ വകാടുകാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പോലീസുകാർ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ പോലീസുകാരോട് ആവശ്യപ്പെട്ടത്, ജിയോളജി വകുപ്പ് എന്ത് കാരണത്തിലാണ് ഇവിടെ അനുമതി കൊടുത്തത് എന്നുള്ള ചോദ്യത്തിൽ അപ്പോൾ അവർക്ക് ഒരു കൃത്യമായ മറുപടിയില്ല. അപ്പോൾ അവരാണ് നേരിട്ട് ജിയോളജി വകുപ്പിൽ ബന്ധപ്പെട്ട് അതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്ന് ഇവിടെ എത്തി. അപ്പോൾ ആ എത്തിയ ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കൊടുത്തത്, ഈ അനുമതി കൊടുത്തത്? അതായത് 2.5 ഏക്കർ 95,500 മെട്രിക് ടൺ ഇവിടുന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടാണോ കൊടുത്തതെന്നുള്ള ചോദ്യത്തിന് അവർക്കൊരു മറുപടിയില്ല. അന്ന് തന്നെ കളക്ടർ
നമ്മളെ ഇങ്ങോട്ട് ബന്ധപ്പെടുകയും അവർ കൊടുത്ത റിപ്പോർട്ടിന് പുറത്തായിരിക്കും ബന്ധപ്പെടുകയും അന്ന് ഉച്ചയ്ക്ക് തന്നെ ഒരു യോഗം തീരുമാനിക്കുകയും ഇവിടുത്തെ ജനപ്രതിനിധികളും പിന്നെ അതുപോലെ തന്നെ വേണ്ടപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും വേണ്ടപ്പെട്ട ആളുകൾ അന്ന് പോയി ഉച്ചയ്ക്ക് സംസാരിച്ചു. അപ്പോൾ കളക്ടർ ഒരൊറ്റ വാക്കിൽ മാത്രം, അതായത് മണ്ണ് ഇവിടുന്ന് എടുത്തേ പറ്റൂ. കാരണം അധികാരികളുടെ ഇടയ്ക്ക് നിന്ന് ഇവർക്ക് കൃത്യമായ പ്രഷറുണ്ട്. അതായത് വകാട് കമ്പനിക്കായാലും ഈ മണ്ണ് ഫില്ല് ചെയ്താൽ മാത്രമേ റോഡ് പണി കഴിയൂ എന്നുള്ളൊരു പ്രശ്നത്തിൻ്റെ മേൽ പിന്നെ അവർക്ക് ഇത് എടുത്താൽ മാത്രമേ പണി മുന്നോട്ട് നീങ്ങൂ. അപ്പോൾ കളക്ടറും അവരുടെ സൈഡിൽ തന്നെയായിരുന്നു. അപ്പോൾ മണ്ണെടുക്കാണ്ട് വേറെ വഴിയൊന്നും ഇല്ല എന്ന് തന്നെയാണ് കളക്ടർ പറഞ്ഞത്. ഇവിടെ ഇങ്ങനെ ഒരു ടാങ്ക് ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ഈ മല എത്രത്തോളം തുറന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള താഴ്വാരമുള്ള ജനങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്നോ പിന്നെ കളക്ടർക്കോ അറിയില്ല, അവിടുത്തെ ജിയോളജി വകുപ്പിനോ അറിയില്ല. അതാണ് വാസ്തവം. ഇത് പിന്നെ ഈ മഴക്കാലം ആയാൽ താഴെയുള്ള വീട്ടിലൊക്കെ ചളിയാണ്. ഇവിടെ നിന്ന് ഉറവായിട്ട് പോയിട്ട് മേലെ കൂടെ അല്ല വെള്ളം പോകുന്നത്. ഉറവായിട്ട് ആടെയൊക്കെ എത്തുമ്പോഴേക്ക് വെള്ളം ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. അത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ മിക്കവാറും അത് ഭീകരമായൊരു ഈ പിന്നെ ഒരു മലവെള്ളപ്പാച്ചിലോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും ഞങ്ങൾ കാണുന്നു. വേനൽക്കാലത്തുണ്ടാകുന്ന പൂർണ്ണമായ വരൾച്ചയും മഴക്കാലത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നമ്മൾ പിന്നെ 16-16 നമ്മളെ കഴിഞ്ഞ വെള്ളപ്പൊക്കം അല്ല വന്ന ഒരു കൂടിയൊക്കെ വന്നത് 16. ആ 16 വെള്ളപ്പൊക്കം മഴ പോലെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മഴ പെയ്താൽ നിശ്ചയമായും ഇവരൊക്കെ ഉടനൊഴിഞ്ഞു പോകേണ്ടി വരും, മാറ്റി താമസിക്കേണ്ടി വരും. അത്രയും ഇതായിരിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കുന്നിൻ്റെ ഗുണമാണ്. നിയന്ത്രണങ്ങൾ കാറ്റിൽ പറത്തി ഒരു നാടിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തെറിയുന്ന രൂപത്തിലാണ് വാഗാട് കമ്പനി മലകൾ ഇടിച്ചു നിരത്തുന്നത്. ശിരൂർ, വിലങ്ങാട്, മുണ്ടക്കൈ തുടങ്ങി നാടിനെ നടുക്കിയ മഹാദുരന്തങ്ങൾ ആർക്കും മറക്കാറായിട്ടില്ല. ഇതിനിടയിലാണ് ജനങ്ങളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ തികച്ചും അശാസ്ത്രീയമായി വാഗാട് കമ്പനി ഓരോ നാടുകളിലെയും കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത്. മണ്ണെടുപ്പിനെതിരെ ജനരോഷം ശക്തമായതോടെ ട്രൂക്കോപ്പി തിങ്ക് കോഴിക്കോട് ജില്ലാ കളക്ടറെയും ജില്ലാ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെയും നേരിട്ട് ബന്ധപ്പെട്ടെങ്കിലും അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല. അല്ലല്ല